ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു മത്തിക്കറി ഉണ്ടാക്കിയാലോ. മുളകിട്ട് വെച്ച നാടൻ മത്തിക്കറി. അതിലേക്കായി ഞാൻ ഒരു ഒരു കുറച്ച് മത്തി, ഒരു 300 ഗ്രാം മത്തിയെങ്കിലും വരും. കുറച്ച് മത്തി, പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ: കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അല്ലി, പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ 3 തക്കാളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ടേക്കുന്ന പുളിയുടെ വെള്ളം പിഴിഞ്ഞ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് കടുക്, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കും. അതിൻ്റെ പച്ച ചുവ മാറാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ചുവന്ന ഉള്ളി അരിഞ്ഞത്, ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് നന്നായിട്ട് ചെറിയ ഉള്ളി ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് നിറവ്യത്യാസം ഒന്ന് വരണം, എങ്കിലേ ആ പച്ച ചെറിയൊക്കെ മാറി കിട്ടത്തുള്ളൂ. ഇത് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക്
പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഈ ശകലം ഒന്ന് കുറച്ച് സിമ്മിലാക്കി ഇടുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഈ സമയം തക്കാളിക്ക ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. അതിലേക്ക് തക്കാളി അരച്ചത്, തക്കാളി കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തക്കാളിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം ഒരു 1.5 സ്പൂൺ ഉപ്പ്, 1.5 സ്പൂൺ ഉപ്പാണ് ഇട്ടത് കേട്ടോ. പിന്നെ കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റം ചേർക്കാം. അതിലേക്ക് സാധാ മുളക് പൊടിയാണ് 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ആ തക്കാളിയുടെ പേസ്റ്റിൽ പൊടി ഐറ്റംസ് കിടന്ന് നന്നായിട്ട് ഒന്ന് കുറുകി ആ വെള്ളമൊക്കെ പൊടിയിൽ പിടിച്ച് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളി എടുത്തു വച്ചേക്കുന്ന പുളി പൊഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പുളി പൊഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3 തക്കാളിക്ക ഇട്ട്, 1 തക്കാളിക്ക ഇട്ടുകൊണ്ട് കുറച്ച് പുളി മതി, മീൻ കുറച്ചേ ഉള്ളൂ. അപ്പം കുറച്ച് പുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തക്കാളിക്ക അരച്ച ജാറിലേക്കാണ് പുളി പൊഴിഞ്ഞൊഴിച്ചത്. പുളി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. എന്നിട്ടൊരു അടപ്പിയട്ടി വെച്ച് അടച്ചു കൊടുക്കാം. തിളച്ച് വരുന്നത് വരെ കാത്തിരിക്കാം. മീൻ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ചാള ഓരോന്നായിട്ട് പറക്കി വയ്ക്കുക. ചാള മുങ്ങിക്കിടക്കാനുള്ള അരപ്പ് അതിൽ വേണം.
നമ്മളിതിൻ്റെ തല ഈ മണ്ട വെച്ചാണ് ചാള എടുക്കുന്നത്. ചാള ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് സിമ്മിലാക്കിയിട്ട് ഇതിനെ ഒന്ന് കറക്കി കൊടുക്കണം. ഇളക്കരുത്, ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും തീ കൂട്ടി വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് അത് വേവാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ മത്തിക്കറി നോക്കാം. മത്തി തിളച്ച് വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് അടച്ചു വയ്ക്കാം. വീണ്ടും എണ്ണ കുറച്ചും കൂടെ ഒന്ന് തെളിയുന്നത് വരെ അടച്ചു വയ്ക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയുടെ പാൽ അതൊഴിച്ച് അധിക നേരം തിളപ്പിക്കണ്ട. അതൊഴിച്ചൊന്ന് ചൂടാക്കി ചെറിയ ചൂടായി ഇനി വാങ്ങിയാൽ മതി. കുറച്ച് തേങ്ങ അരച്ച് അതിൻ്റെ പാലെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്നെടുത്ത് ചട്ടി ഒന്നെടുത്ത് കറക്കി ഇങ്ങനെ ചെറിയ തീയിൽ ഇത് കിടന്ന് കുറച്ചുകൂടെ വറ്റട്ട് നമുക്ക് നോക്കാം. നന്നായി വറ്റി. ഉപ്പുണ്ടാകും നോക്കട്ടെ. ഉപ്പും എരിയൊക്കെ ഉണ്ടാകും നോക്കാം. നല്ല ഉപ്പുണ്ട്, എരിയും കണക്കിന് എരിയുണ്ട്. ഞങ്ങൾ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ചൂട് ചക്കയും മീൻ കറിയും കൂടെ കഴിക്കാം. കണ്ട, കുറച്ച് ചാറും കണ്ട, ചക്കയും മത്തിക്കറിയും. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക.